മൊബൈൽ നമ്മൾക്ക് ഒരു 3 കാര്യം നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ചില നമ്മൾ വീഡിയോ ആയിക്കോട്ടെ, പിക്ചേഴ്സ് എല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കാണും നമ്മള്. ചില നമ്മൾ നന്നായി കമന്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ സേവ് ചെയ്ത് വെക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു സന്തോഷം വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം തരുന്നു. ആരും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക്, ഹസ്ബൻഡ് അങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് ആ വീഡിയോ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും അവർക്ക് ലൈഫിന് ഉപകാരം. നമ്മളതിനെ ഫോർവേഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും, അവർ സന്തോഷമായിരിക്കട്ടെ. അതിൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷം കിട്ടും. ചില വീഡിയോ ഉണ്ട് നമ്മൾ ഒരിക്കലും അയ്യോ വേണ്ട, ഒരിക്കലും അത് മൊബൈലിൽ വേണ്ട, സേവ് ചെയ്യില്ല. കാരണം അത്രയും സങ്കടമായിട്ടുള്ള നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോകൾ നമ്മളത് സേവ് ചെയ്യില്ല. ഇനിയിപ്പോ റീൽസ് പോലെ കാണുന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടും, അയ്യോ അങ്ങനത്തെ ഒരു വീഡിയോ ഒരിക്കലും വേണ്ടല്ലോ എന്നുള്ളത്. നമ്മൾ ഓർക്കേണ്ടത് ഇതേ ഒരു 3 കാര്യം തന്നെ നമ്മൾ ലൈഫിൽ നമ്മൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ലൈഫ് എത്ര സന്തോഷമായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കണം കേട്ടോ. ആലോചിക്കുക മാത്രമല്ല, ചെയ്യാൻ നോക്കുക. മൊബൈൽ നമ്മൾക്ക് ഒരു 3 കാര്യം നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ചില നമ്മൾ വീഡിയോ ആയിക്കോട്ടെ, പിക്ചേഴ്സ് എല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കാണും നമ്മള്. ചില നമ്മൾ നന്നായി കമന്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ സേവ് ചെയ്ത് വെക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു സന്തോഷം വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം തരുന്നു. ആരും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക്, ഹസ്ബൻഡ് അങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് ആ വീഡിയോ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും അവർക്ക് ലൈഫിന് ഉപകാരം. നമ്മളതിനെ ഫോർവേഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും, അവർ സന്തോഷമായിരിക്കട്ടെ. അതിൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷം കിട്ടും. ചില വീഡിയോ ഉണ്ട് നമ്മൾ ഒരിക്കലും അയ്യോ വേണ്ട, ഒരിക്കലും അത് മൊബൈലിൽ വേണ്ട, സേവ് ചെയ്യില്ല. കാരണം അത്രയും സങ്കടമായിട്ടുള്ള നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോകൾ നമ്മളത് സേവ് ചെയ്യില്ല. ഇനിയിപ്പോ റീൽസ് പോലെ കാണുന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടും, അയ്യോ അങ്ങനത്തെ ഒരു വീഡിയോ ഒരിക്കലും വേണ്ടല്ലോ എന്നുള്ളത്. നമ്മൾ ഓർക്കേണ്ടത് ഇതേ ഒരു 3 കാര്യം തന്നെ നമ്മൾ ലൈഫിൽ നമ്മൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ലൈഫ് എത്ര സന്തോഷമായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കണം കേട്ടോ. ആലോചിക്കുക മാത്രമല്ല, ചെയ്യാൻ നോക്കുക.